ഇന്ന് ഫിംഗേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഓക്കെ, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചാണ് എങ്ങനെയാണ് ഫിംഗേഴ്സൊക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുന്നത്, അതിനുള്ള ടിപ്സ് പറയാമോ. വീഡിയോയിലാണെങ്കിലും നേരിട്ടാണെങ്കിലും എനിക്ക് ഒത്തിരി അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഫിംഗേഴ്സ് നെയിൽസൊക്കെ. ഓക്കെ, ഞാൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതെങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, കാണിച്ചു തരാം. സോ വി ക്യാൻ ഗോ ടു ദ വീഡിയോ. ഹലോ, ഹായ്. ഇന്ന് നമുക്ക് നല്ല തിളങ്ങുന്നതും ഷൈനി ആയിട്ടുള്ള മൃദുവായിട്ടുള്ള വിരലുകൾ കിട്ടാനായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കാം. ഇതിലേക്ക് വേണ്ടത്, ഞാൻ ആദ്യം തൈര് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് കോക്കനട്ട് ഓയിലാണ്, ഹണിയുണ്ട്, റോസ് വാട്ടറുണ്ട്, ലൈമുണ്ട്, ഷുഗറുണ്ട്, ഒലിവ് ഓയിലുണ്ട്. ദിസ് ഈസ് ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾ, ദെൻ ഗ്ലിസറിൻ, കുറച്ച് അലോവേറ ജെൽ. ഇതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ലൂക്ക് വാം വാട്ടറാണ്. നമ്മുടെ കൈ മുങ്ങാനുള്ള അത്രയും ലൂക്ക് വാം വാട്ടർ വേണം കേട്ടോ. വാം വാട്ടറിലേക്ക് നമുക്ക് കുറച്ച് ലൈം പിഴിഞ്ഞൊഴിക്കാം. ഒരു ഹാഫ് ലൈം മതിയാവും. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. ഞാനിവിടെ റോസ് വാട്ടർ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, റോസ് വാട്ടറാണ്, കുറച്ച് റോസ് വാട്ടർ, കുറച്ച് മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിക്കാം. ഞാൻ സ്പൂണിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഗ്ലിസറിൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കൈ ഈ ചൂടുവെള്ളത്തിൽ ഒരു 15 മിനിറ്റ്സ് മുക്കി വയ്ക്കുക. 2 കൈയും കൂടെ മുക്കി വയ്ക്കണം കേട്ടോ. 2 കൈയും കൂടെ ഒരു 15 മിനിറ്റ്സ് മുക്കി വയ്ക്കുക. ഇങ്ങനെ ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഈ വെള്ളത്തിനകത്ത് മുക്കി വയ്ക്കുക. ലൂക്ക് വാം വാട്ടർ ആയിരിക്കണം കേട്ടോ. ഇത് വീക്ക്ലി വൺസ് ചെയ്താൽ മതിയാവും. 15 മിനിറ്റ്സ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അലോവേറ ജെൽ പുരട്ടണം. സോ എന്തെങ്കിലും മോയ്സ്ചറൈസർ പുരട്ടിയാൽ മതി കേട്ടോ. ഞാൻ അലോവേറ ജെല്ലാണ് തേക്കാറുള്ളത്. കുറച്ച് അലോവേറ ജെൽ എടുക്കുക, 2 കൈയിലും കൂടെ ആക്കുക. എന്നിട്ട് ഒരു കൈ വെച്ച് മറ്റേ കൈക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇത് ഒലിവ് ഓയിലാണ്, ഷുഗർ, ഈ രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു സ്ക്രബാക്കി കയ്യിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം. ഇതും സോഫ്റ്റ് ആൻഡ് ഷൈനി സ്കിൻ കൈക്ക് കിട്ടാനും, റിങ്കിൾസ് കയ്യിൽ വരുന്നത് തടയാനും, ഉള്ള റിങ്കിൾസ് കുറച്ച് കുറയാനും ഒക്കെ നല്ലതാണ്. നമുക്കിതെങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഒലിവ് ഓയിൽ ഒരാളുടെ കൈക്കാണ് ഇത്ര മതി കേട്ടോ, ഒരു ഹാഫ് ടീസ്പൂൺ. ഇതിലേക്ക് കുറച്ച് ഷുഗർ ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ നല്ലൊരു സ്ക്രബ് പോലെ തേക്കാം. ഇതും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. നിങ്ങൾക്ക് സൺഡേ ആണ് ഫ്രീ എന്നുണ്ടെങ്കിൽ സൺഡേ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഏത് ദിവസമാണ് ഫ്രീ എന്ന് വെച്ചാൽ ആ ദിവസം ചെയ്ത്. നല്ലൊരു സ്ക്രബാണ് കേട്ടോ, നല്ല ഒരു എഫക്റ്റ് കിട്ടും നിങ്ങളുടെ കൈക്ക്. ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം കേട്ടോ. സോ നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പട്ടുപോലെ. സോ ഇങ്ങനത്തെ ഹാൻഡ് എല്ലാവരുടെയും ഹാൻഡ് ഒരുപോലെ തന്നെ സോഫ്റ്റാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലാണ്. നമുക്ക് റിങ്കിൾ ഫ്രീ, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഹാൻഡൊക്കെ ഉള്ളവർക്ക്, പിന്നെ ചിലരുടെ കയ്യിലൊക്കെ കാണത്തില്ലേ വെയിനൊക്കെ ഇങ്ങനെ കാണുന്നത്, അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചിങ്ങനെ മസാജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ കൈ കിട്ടും കേട്ടോ. സോ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ മാത്രം മതി. ഇതിവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഫ്രീസായിട്ടിരിക്കുന്നത്. സോ ഈ വെളിച്ചെണ്ണ കുറച്ച് ചൂടാക്കണം. നമുക്ക് കുറച്ച് ചൂടാക്കിയ വെളിച്ചെണ്ണ വേണം. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ചൂടാക്കാം. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചൂടാക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്ത് വെച്ച് ഡബിൾ ബോയിൽ ചെയ്തും ചൂടാക്കാം. ഞാനിപ്പോൾ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചൂടാക്കുന്നതേ ഉള്ളൂ. ഇത് കൈ കുറച്ച് നേരം കഴിയുമ്പോൾ ചൂടാവും. ഓക്കെ,
സോ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു ഫില്ലർ വെച്ചിട്ട് കുറച്ച് മതിയാവും, നമുക്കൊരു 5 ഡ്രോപ്സ് 6 ഡ്രോപ്സ് അതുമാതിരി മതി. എടുത്തിട്ട് നമുക്ക് കയ്യിൽ തേക്കാം. ഇത് ചെറിയ ചൂടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈ പൊള്ളും. ചെറിയ ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമുക്ക് തേക്കാം. നന്നായിട്ട് 2 കൈയിലും മസാജ് ചെയ്ത് പിടിപ്പിക്കുക. ഇത് കഴുകി കളയാനൊന്നും പോകണ്ട. നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾ കിടന്നാൽ മതി. 2 കൈയിലും തേക്കണം കേട്ടോ. സോ 2 കൈയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, എന്നാലേ 2 കൈയും ഒരുപോലെ ഇരിക്കത്തുള്ളൂ. ഇത് നന്നായിട്ടൊരു 10 മിനിറ്റ് നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും TV ഒക്കെ കണ്ടുകൊണ്ട്, വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുന്നെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഈച്ച് ആൻഡ് എവരി ഫിംഗർ എടുത്ത് മസാജ് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ നിങ്ങൾക്കൊരു റിലാക്സേഷനും ഒരു യോഗയും അല്ലെങ്കിൽ ഒരു വടിക്കോൾ കുറച്ച് ഏജ് ആകുമ്പോൾ കൈക്ക് നമുക്ക് ഈ ജോയിൻറ്റിനൊക്കെ ഉണ്ടാകുന്ന പെയിനൊക്കെ പോകാനും ഒക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് കോക്കനട്ട് ഓയിൽ ആക്ച്വലി. സോ ഇതിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്ലിം ആയിട്ട് നല്ല ഭംഗിയുള്ള നീളമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള ഏജിങ്ങിൻ്റെ ഒരു സിംറ്റമും ഇല്ലാത്ത നല്ല സ്കിൻ കിട്ടും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് കുറച്ച് അലോവേറ ജെൽ എടുക്കാം. കയ്യിലേക്ക് കാരണം കുറച്ച് മതി കേട്ടോ, വേസ്റ്റ് ആക്കണം, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ. അതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ് ഓഫ് ഹണി ഒഴിക്കാം. 2-3 ഡ്രോപ്സ് മതിയാവും. കുറച്ച് റോസ് വാട്ടർ, അതും 2-3 ഡ്രോപ്സ് മതി. ഓക്കെ, മിക്സ് ഇറ്റ് വെൽ. can apply on our hands. നല്ല മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. 2 കൈയിലും അപ്ലൈ ചെയ്യാം. 2 കൈയിലും അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ കൈയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസാജിങ് തന്നെയാണ്. ഓക്കെ, സോ ഇത് നന്നായിട്ടൊരു 50 മിനിറ്റ്സ് മസാജ് ചെയ്യുക. ഇതെല്ലാം വീക്ക്ലി വൺസ് ചെയ്താൽ മതി കേട്ടോ, ഡെയിലി ചെയ്യണ്ട. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന എല്ലാ ടിപ്സുകളും എല്ലാ പാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ചേരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമുക്ക് കയ്യിലുണ്ടാകുന്ന റിങ്കിൾസ് പോകാനും അല്ലെങ്കിൽ നമുക്ക് കൈ സോഫ്റ്റായിട്ട് കിട്ടാനും പിന്നെ നല്ല എന്താ പറയുക നെയിലൊക്കെ നല്ല നീറ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒടിഞ്ഞു പോകത്തില്ലേ, ഇതൊടിഞ്ഞു പോയത് കൂട്ടരുത്. ഇത് ഞാൻ എൻ്റെ മുല്ല കാറ്റത്ത് താഴോട്ട് വീണപ്പോൾ ഞാൻ കയറ് വെച്ച് വലിച്ച് ബഹളം വെച്ച് ധൃതി വെച്ച് ഓവർ എക്സൈറ്റഡായി. ചെടി എന്ന് പറയുമ്പം ഞാൻ അങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് ചെയ്തുകൊണ്ട് അന്നേരം കയറിനിടയിൽപ്പെട്ട് ഇവിടെ മാത്രം പൊളിഞ്ഞു. പിന്നെ എനിക്ക് ഇറിറ്റേഷനായി ഞാൻ വലിച്ച് പൊളിച്ചു കളഞ്ഞു. ഓക്കെ, സോ ഇത് ഇങ്ങനെ ചെയ്താൽ യു വിൽ ഗെറ്റ് നൈസ് ഫിംഗേഴ്സ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഓക്കെ, കുറച്ച് മതി. അതിലേക്ക് കുറച്ച് തൈര്, അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് ഓഫ് ഹണി. ഓക്കെ, മിക്സ് ദിസ് വെൽ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഞാനിപ്പോൾ എൻ്റെ കൈക്ക് മാത്രമുള്ള ഉണ്ടാക്കുന്നത് കാരണം ചെറിയ ക്വാണ്ടിറ്റിയാണ്. ബിക്കോസ് ഉണ്ടാക്കി എനിക്ക് വേസ്റ്റാക്കി കളയാൻ കുറച്ച് മനസ്സിന് വിഷമിക്കും. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എന്ത് തന്നെയായാലും ഫുഡാണെങ്കിലും അപ്പപ്പോൾ ഉണ്ടാക്കി അപ്പപ്പോൾ കഴിക്കുകയാണ് ചെയ്യുക. സോ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു കയ്യിൽ എന്താ ചെയ്യുന്നത്, കൈയൊക്കെ എങ്ങനെയാണ് സോഫ്റ്റായിട്ടുള്ള സ്കിന്ന് കിട്ടുന്നത്, കൈ എങ്ങനെയാണ്. ഇത് ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാളാണ്. യു വോണ്ട് ബിലീവ്, ഞാൻ ഇന്നലെയും കൂടെ എല്ലാ പാത്രവും ഇവിടെ ഞാനാണ് കഴുകിയത്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കഴുകാറില്ല, മോസ്റ്റ്ലി മിക്ക ദിവസവും ഞാൻ കഴുകാറുണ്ട്. എന്നാലും നമുക്ക് എല്ലാ ദിവസവും കഴുകിയല്ലേ പറ്റത്തുള്ളൂ. ഒത്തിരി ക്വാണ്ടിറ്റി ഓഫ് പാത്രം കഴുകുന്നില്ലെങ്കിലും ഞാൻ കഴുകാറുണ്ട്. ഡ്രസ്സ് നനയ്ക്കാറില്ല, അത് വാഷിംഗ് മെഷീനിലാണ് ചെയ്യാറുള്ളത്. അല്ലാതെ വീട് തുടയ്ക്കുന്നത്, വീട് തൂത്തുവാരുന്നത് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു ജോലി എനിക്കിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അങ്ങനെ ഞാൻ ഇരിക്കില്ല. ഇവിടെ എല്ലാവരും എൻ്റെ അടുത്തിട്ട് 1 മിനിറ്റ് ചുമ്മാ ഇരിക്കത്തില്ലല്ലേ എന്ന് ചോദിക്കുക. അതുപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകിക്കളയും. അപ്പോൾ ഞാൻ മഞ്ഞൾ, കേർഡ്, ഹണി പായ്ക്കൊക്കെ ഇട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് ഇത് ഞാനൊരു സൺഡേ
അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളാണ് ചെയ്തത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസം ഉറപ്പായിട്ട് കൈ കെയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഫേസ് നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മുടെ കൈയും കാലുമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കൈയും കാലും കുറച്ച് ഭംഗിയായിട്ടിരിക്കുമ്പോഴാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ വീണ്ടും വിരലുകൾ കാണിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ കണ്ടില്ലേ, കുറേ ടിപ്സ് കണ്ടു. സോ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ബെനിഫിറ്റ്സും ടു ദ സ്കിൻ, കൈകൾക്ക് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കണം. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതുമാണ്, അതിൻ്റെയൊക്കെ എഫക്റ്റ് സ്കിന്നിൽ എന്താണ് ഉള്ളതെന്ന്. ഓക്കെ, ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന് ക്യാമറയിലോട്ട് നോക്കുന്നത് ഞാനിങ്ങനെ എൻ്റെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാറില്ല, അതുകൊണ്ട് ഇറ്റ്സ് ന്യൂ ഫോർ മീ. സോ ഓക്കെ, നോക്കാം. നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്ത് ചെയ്താലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ അഞ്ച് കാര്യങ്ങളും ഓരോരോ ആഴ്ചകളിൽ 5 എണ്ണവും മാറ്റി ട്രൈ ആവുന്നതാണ്. ഒരു പ്രാവശ്യം ഒരാഴ്ച ഒരെണ്ണം ട്രൈ ചെയ്ത് അടുത്ത ആഴ്ച വേറൊരെണ്ണം ട്രൈ ചെയ്ത്. എനിവേ എല്ലാ ഇൻഗ്രീഡിയൻസിലും പല ഐറ്റംസാണ് അടങ്ങിയിട്ടുള്ളത്. സോ അതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് ഒരു പെർസെൻറ്റേജ് നമ്മുടെ സ്കിന്നിനുള്ളിലേക്കും അബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് മോസ്റ്റ്ലി നമുക്ക് കെമിക്കൽസ് ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് ലോങ് ലാസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാം എങ്ങനെയുണ്ട്. നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ പറയാൻ ഞാൻ ചെയ്യാം. എനിക്കൊരു കണ്ടൻറ് സജഷനും ആകും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ആഡിങ് മീ ടു യുവർ സെൽഫ്. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ നിങ്ങളുടെ സ്നേഹം കമൻറ്റിൽ കൂടെ കിട്ടാൻ ആഗ്രഹിക്കുന്നു, ലൈക്കിൽ കൂടെ കിട്ടാൻ ആഗ്രഹിക്കുന്നു. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.